ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പുതിയ കേന്ദ്ര ബജറ്റ് പ്രവാസികൾക്ക് നൽകിയത് തികഞ്ഞ നിരാശ മാത്രം. പ്രവാസി പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്ന പതിവ് സമീപനം മാറ്റം കൂടാതെ തുടരുകയാണ് പുതിയ ബജറ്റിലും. ഗൾഫ് രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം തുടരുമ്പോഴും ഇവിടങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരുടെ ക്ഷേമകാര്യത്തിൽ കേന്ദ്ര സർക്കാർ പതിവ് നിസ്സംഗത തുടരുകയാണ്. അമിത വിമാനയാത്രാ നിരക്ക്, നാട്ടിലെത്തുന്ന പ്രവാസികൾക്കുള്ള പുനരധിവാസ പദ്ധതികൾ, പ്രവാസി മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഇക്കുറിയും ആവശ്യങ്ങൾ പലതായിരുന്നു. ബജറ്റ് പൂർവ്വ ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി പ്രവാസി കൂട്ടായ്മകൾ പല നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. എന്നാൽ അതൊന്നും തന്നെ കേന്ദ്രമന്ത്രി പരിഗണിച്ചില്ല. പ്രവാസി ക്ഷേമം മുൻനിർത്തിയുള്ള പ്രഖ്യാപനമോ ഫണ്ട് നീക്കിവെക്കലോ ഇക്കുറിയും ബജറ്റിൽ ഇല്ല. സ്വർണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇളവുകൾ കള്ളക്കടത്ത് തടയാൻ പര്യാപ്തമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്നും 6% ചുരുക്കി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പലപ്പോഴും സ്വർണ്ണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം പ്രധാനമായിട്ടും ഇന്ത്യയും UAEയും തമ്മിലുള്ളതായ, അല്ലെങ്കിൽ ഇവിടുത്തെ വിലയും നാട്ടിലെ വിലയും തമ്മിലുള്ളതായ ഡിഫറൻസ് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കടത്ത് കുറയുമെന്നുള്ളതാണ്. കള്ളക്കടത്തിന് ഇത്ര ആകർഷകമല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് നമുക്ക് കള്ളക്കടത്തിൻ്റെ പേരിൽ നമുക്ക് ഇന്ത്യക്ക് വളരെയധികം 200 ടൺ സ്വർണ്ണമാണ് കള്ളക്കടത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത് കുറയുന്നതോടുകൂടി ഇപ്പം നമ്മുടെ വിദേശ നാണ്യം നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വ്യത്യാസം വരുന്നു. പിന്നെ ജുവലേഴ്സിന് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് കഴിഞ്ഞ വർഷവും വൻതുകയാണ് പ്രവാസികൾ റെമിറ്റൻസിലൂടെ കൈമാറിയത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കൊപ്പം UAE, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉയർന്ന തോതിൽ പണം എത്തിയെന്നാണ് റിപ്പോർട്ട്. പ്രവാസി തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പക്ഷേ ബജറ്റ് തയ്യാറായില്ല. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റും ഒരു നിരാശയാണ് യഥാർത്ഥത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണമയക്കുന്ന പ്രവാസികൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ അത്രയും വലിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥക്ക് നൽകുന്ന ഒരു സമൂഹത്തെ മറന്നുകൊണ്ട് ഒരു ബജറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരേ സമയം പ്രവാസി സമൂഹത്തിനാകെ ഒരു നിരാശ പടർത്തുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണുള്ളത്. അവിദഗ്ധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. സമഗ്ര കുടിയേറ്റ നിയമം ഉൾപ്പെടെ ആവിഷ്കരിക്കണമെന്ന പ്രവാസ ലോകത്തിന്റെ ദീർഘകാലത്തെ ആവശ്യവും കേന്ദ്രം പരിഗണിക്കാൻ വിസമ്മതിക്കുകയാണ്. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന വിഭാഗമാണ് പ്രവാസി ഇന്ത്യക്കാർ. എന്നാൽ ആ വിഭാഗത്തെ ഇക്കുറിയും കേന്ദ്ര ബജറ്റ് പൂർണ്ണമായും തിരസ്കരിക്കുകയായിരുന്നു. സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള നീണ്ടകാല ആവശ്യവും പരിഗണിക്കപ്പെടാതെ പോവുകയായിരുന്നു. MC നാസർ, മീഡിയ 1, ദുബൈ.